ഇന്നൊരു സ്പെഷ്യൽ ഐറ്റാട്ടോ. എന്താണെന്ന് വെച്ചാലേ ഞാനും ഉമ്മീമ്പാടെ ഇന്നലെ പോയിട്ട് നഗറ്റ്സ് കഴിച്ചു, ചിക്കൻ നഗറ്റ്സ്. അപ്പോൾ അതാണ് ഈ ഉമ്മാക്കാണ്ട് ഇഷ്ടമായില്ല. എന്താ ഇഷ്ടാവാത്ത? തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഉപ്പും പുളിയും ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ ഇന്ന് ഉമ്മ പറഞ്ഞേ അത് നന്നായിട്ട് മസാല ഒക്കെ ഇട്ട് നന്നായിട്ട് ഉണ്ടാക്കി തരാം, അതൊന്ന് തിന്ന് നോക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് ഉമ്മ? നഗറ്റ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനി എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഓക്കെ. അതിനു വേണ്ടി ഞാനിവിടെ എല്ലില്ലാത്ത 400 ഗ്രാം കോഴി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ആ ഇറച്ചിനെ ഞാനിതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ? ഇനി ഒരു ചെറിയ പാത്രത്തിൽ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടാം, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇനി ഇതിൽ 1/2 ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി പറഞ്ഞാൽ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് നമ്മൾ വലിയ ഉള്ളി ചതച്ചതും അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുട്ടയായ കാരണമാണ് ഞാൻ 3 എണ്ണം എടുത്തത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇപ്പം മുട്ട നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ജാറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സാക്കി വെച്ച മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ച മുട്ടല്ലേ, അതിൽ നമുക്ക് 2 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ബ്രെഡ് കംസായാലും കുഴപ്പമില്ല, ഞാനിവിടെ ബ്രെഡ് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതേ കുറച്ച് നന്നായിട്ട് കരട് മുരടായിട്ട് ഒന്ന് അരച്ചു കൊണ്ടുപോവാ. ചെറിയതില്ലേ? ഇതാ ഇതേപോലെ വേണം നമുക്ക് അരച്ചെടുക്കാൻ കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ വേണം അരയ്ക്കാൻ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കാം. അഥവാ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം കൂടുതലായിട്ടും തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിയിട്ട് കുഴച്ചാൽ മതി. ഇറച്ചി അരയ്ക്കുമ്പോൾ തീരെ വെള്ളം പാടില്ല, വെള്ളമൊക്കെ നല്ല തോർത്തിയിട്ട് വേണം അരയ്ക്കാൻ. ഇനി ബാക്കിയുള്ള മുട്ടയിൽ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുരുമുളകും ഉപ്പും നന്നായിട്ടൊന്ന് ഇളകി കലങ്ങി വരട്ടെ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ നഗറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇനി ആദ്യം ഈ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ ഒരു ലേശം എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി, ഇത് കണ്ടില്ലേ, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കയ്യുടെ അടിയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കോഴിമുട്ടയിലൊന്ന് ഇട്ടെടുക്കാം. ഇട്ടിട്ട് ഈ ബ്രെഡ് പൊടിയിലൊന്ന് ഇടാം. ബ്രെഡ് പൊടിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇനി ഇങ്ങോട്ട് പാത്രത്തിലേക്ക് വെക്കാം. ഇപ്പൊ ഷേപ്പാക്കാൻ എൻ്റെ പണിയാണല്ലോ. അതിൽ മുക്കുമ്പോൾ ഒരു ഇതാവുകയാണേ, അപ്പം അതൊന്ന് ഷേപ്പാക്കി എടുക്കണം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവേ ഉമ്മയുടെ കയ്യിൽ എന്താന്ന് കേട്ടോ. കയ്യിൽ രാവിലെ പൂളക്കിഴങ്ങ് കൊതിച്ച് വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ നോക്കിയതാ. ഇങ്ങനെ ഇടയ്ക്ക് ഓരോ പണി തരും. കാലേറ്റ് പൂളക്കിഴങ്ങ്
പൂളക്കിഴങ്ങ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വേവിക്കാൻ നല്ല അടിപൊളി മീൻകറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിക്കാൻ വെച്ചിട്ട് തോല് കളയാൻ പോയതാ. പൂളക്കിഴങ്ങ് തോല് കളയാൻ പൂളക്കിഴങ്ങിൽ ഒരു കൊത്ത് കൊടുത്തപ്പോൾ അത് കയ്യിൽ വന്ന് വീണ ആ കൊത്ത്, അതാണ് ഉണ്ടായത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്, അതാണ് എൻ്റെ മോൻ പറഞ്ഞത്. ആ കൊറോണ ടൈമിലല്ലേ കയ്യിന് കൊത്തിയത്, മരത്തിന് വെട്ടാന്ന് പറഞ്ഞിട്ട് കയ്യിന് വെട്ടിയിട്ട്, എന്നിട്ട് എന്നോട് വന്ന് പറയണേ, എടാ ആ കാപ്പിപ്പൊടി അങ്ങോട്ട് എടുത്തടാന്ന്. ആ കാപ്പിപ്പൊടി അങ്ങോട്ട് എടുത്തടാന്ന് പറഞ്ഞിട്ടുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ലേശം വലിയ മുറിയാ. നേരെ പോയി നിളയ്ക്ക് പോകുമ്പോൾ പറഞ്ഞു അവർ ഇവിടെ പറ്റില്ല പറഞ്ഞു. ഇവിടെ പറ്റില്ല, ഇത് നരമ്പ് കട്ടായിക്കണമെന്നുള്ളിൽ. എൻ്റെ പഠിച്ചോനെ, അന്നാണെങ്കിൽ നോമ്പാണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടോ? അവിടെ ആരുമില്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് ഒരാളുമില്ല. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവണത്. എന്നിട്ട് നീളെന്നു ആംബുലൻസ് വിളിച്ചിട്ടാ കൊണ്ടുപോയത് പെരിന്തൽമണ്ണയ്ക്ക്. വേഗം പൊയ്ക്കോളി പറഞ്ഞു. എന്തോ ഭാഗ്യം. അതിന് നമ്മൾ എല്ലാതും ഉരുട്ടി ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിൽ ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മക്കളെ, നമ്മുടെ എണ്ണ അടിപൊളിയായി ചൂടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ മീഡിയം ചൂടാവാൻ പാടുള്ള. ഇത് നമുക്കിനി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടാവാൻ പാടില്ല. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം തീയെ വെക്കാൻ പാടുള്ള. നമ്മൾ ബ്രെഡ് പൊടിയിൽ മുക്കിയത് കൊണ്ട് അത് വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇറച്ചി പച്ചല്ല, അടിയിലുള്ള ഇറച്ചി വേവത്തുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് മീഡിയം സൈസിൽ തീ വെച്ച് കൊടുത്താൽ അടിയിലും വേഗവും മേലെ മുരിഞ്ഞു വരികയും ചെയ്യും. തിന്നാനും ടേസ്റ്റ് ഉണ്ടാവും, കാണാനും ഭംഗി ഉണ്ടാവും കേട്ടോ. എന്താ ചെറിയ തീയിൽ കിടന്നിട്ട് ഒരു ചെറിയ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടിയിലും വെന്തിട്ടുണ്ട്, മേലെയും വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. ഇനി നമുക്ക് അടുത്തതിട്ട് കൊടുക്കാം. തുടങ്ങി ഉണ്ടാക്ക തൊള്ളയിലെടുത്തിടല്. അത് നോക്കാൻ ടൈമുണ്ടല്ലോ, ഒക്കെ ഉണ്ടാക്കിയിട്ട് പോരെ. ഒക്കെ ഉണ്ടാക്കിയിട്ട് സാവകാശം എന്ത് സാധനമായിരുന്നാലും അങ്ങനെ ആസ്വദിച്ച് തിന്നണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക. ഒന്നുകൂടി പറയാണ് മക്കളെ, ചെറിയ തീയിൽ വേണം വെക്കാനിട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ നെഗറ്റീവും ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. നീ ഇത് കഴിച്ചു നോക്ക്. ഇതെടുത്തിട്ട് നമ്മളെ തക്കാളി സോസിൽ അങ്ങോട്ട് മുക്കി. ഇപ്പോഴല്ലേ കേട്ടോ, നേരത്തെ വേഗം കഴിച്ചിട്ട് ഇപ്പൊ തക്കാളി സോസിൽ മുക്കി കഴിക്കുക. എന്തായാലും അവിടെ നിന്ന് കഴിച്ചതിനെക്കാളും അടിപൊളി ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ.